ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1000 MCQ സീരീസിൻ്റെ പാർട്ട് 23 ആണിത്. ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെൻസ്ലെസ് റിപ്പീറ്റേഷൻ ഓഫ് സെയിം വേർഡ്സ് ഓർ ഫ്രേസസ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ ഈസ് ടേംഡ് ആസ്. ദ ഓപ്ഷൻസ് ആർ നിയോലോജിസം, എക്കോലാലിയ, പെർസെവറേഷൻ ആൻഡ് വെർബിജറേഷൻ. And the answer is verbigeration. Remaining options നോക്കാം. Perseveration is the persistent repetition of words or themes beyond the point of relevance. അപ്പോൾ perseveration persistent repetition of wordsഉം verbigeration senseless repetition of wordsഉം ആണ്. Next is echolalia, that is pathological repetition by imitation of speech of others. മറ്റുള്ളവർ പറഞ്ഞത് ഇമിറ്റേറ്റ് ചെയ്ത് പറയുന്നതാണ് echolalia. Next is neologism, a word newly coined or an everyday word used in a special way, not readily understood by others. A simple example is breakfast plus lunch is called as brunch. The next question, surgery done for myasthenia gravis is. The options are palidotomy, hypophysectomy, sympathectomy and thymectomy. And the answer is thymectomy. Thymectomy is recommended for all patients with thymoma. Thymoma is the tumor in the thymus gland. Thymoma myasthenia gravisൻ്റെ ഒരു കോസാണ്. അപ്പോൾ തൈമോമയിൽ എല്ലാ പേഷ്യൻറ്റും തൈമക്ടമി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് റീസൺ ഈസ് ഇറ്റ് ഈസ് എ സർജിക്കൽ പ്രൊസീജിയർ വെർ ദ തൈമസ് ഗ്ലാൻഡ് ഈസ് റിമൂവ് ടു സ്റ്റോപ്പ് ദ പ്രൊഡക്ഷൻ ഓഫ് ഓട്ടോ ആൻറ്റിബോഡീസ് ദാറ്റ് മിസ്റ്റേക്ലി അറ്റാക്ക് ദ മസിൽ നെർവ് കണക്ഷൻ ഇൻ ദ myasthenia gravis patients. Next question, what is the effect of cyclosporin in a patient undergone renal surgery? The options are immunosuppressant, anti-inflammatory, antibacterial and diuretic. And the answer is immunosuppressant. Cyclosporin immunosuppressant ആയിട്ട് കിഡ്നി, ലിവർ ആൻഡ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ബിക്കോസ് ദേ റെഡ്യൂസ് ദ ബോഡീസ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസായ സോറിയാസിസ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കണ്ടീഷൻസിലൊക്കെ സൈക്ലോസ്പോറിൻ ഇമ്മ്യൂണോസപ്രസൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈസ് ഓൾ അബൌട്ട് സൈക്ലോസ്പോറിൻ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിവിയർ ഹിയറിംഗ് ലോസ് ഈസ് ഒബ്സർവ്ഡ് ഇൻ ദ ഡെസിബൽ റേഞ്ച് ഓഫ്. ദ ഓപ്ഷൻസ് ആർ 41 to 55 dB, 56 to 70 dB, 71 to 91 dB and more than 91 dB. And the answer is 71 to 91 dB. WHO classification of degree of hearing loss നോക്കാം. First one is mild hearing loss. The hearing threshold is 26 to 40 dB. Next is moderate hearing loss, that is 41 to 55 dB. Next, the third one is moderately severe, that is 56 to 70 dB. Next is severe, that is 71 to 90 dB. The profound is more than 91 dB. The next question, most common site of epistaxis is. The options are Little's area, Woodruff's area, maxillary sinus and nasopharynx. And the answer is Little's area. Little's area കേസൽബാച്ച് പ്ലെക്സസ് ആണ് ബ്ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് തരം എപ്പിസ്റ്റാക്സിസ് ഉണ്ട്, ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ. ആൻറ്റീരിയറിൽ അഫക്റ്റ് ചെയ്യുന്നത് ലിറ്റിൽ ഏരിയയിലായിരിക്കും മെയിൻലി, ആൻഡ് പോസ്റ്റീരിയറിൽ വൂഡ്രഫ്സ് ഏരിയ ആയിരിക്കും. ലിറ്റിൽ ഏരിയയിൽ ബ്ലീഡ് ചെയ്യുന്നത് കേസൽബാച്ച് പ്ലെക്സസ് ആൻഡ് വൂഡ്രഫ്സ് ഏരിയയിൽ സ്പിനോ പാലറ്റൈൻ ആർട്ടറി ആയിരിക്കും. നെക്സ്റ്റ് ആൻറ്റീരിയർ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആൻറ്റീരിയറിൽ ഫ്രഷ് ബ്ലീഡിങ് ആയിരിക്കും മോർ കോമൺ ആൻഡ് ഒക്കറിങ് ചിൽഡ്രൻ ആൻഡ് യങ് അഡൽട്സ് and usually due to mucosal dryness or any trauma. Less severe ആയിരിക്കും ആൻറ്റീരിയർ. നെക്സ്റ്റ് ഈസ് പോസ്റ്റീരിയർ. പോസ്റ്റീരിയർ ഫ്രീക്വൻറ്റ് സ്വാളയും കാണും, കോഫി കളേർഡ് വോമിറ്റസ് ആയിരിക്കും. ഇറ്റ് ഈസ് ലെസ് കോമൺ, ഓൾഡർ പോപ്പുലേഷനെ അഫക്റ്റ് ചെയ്യുക. റീസൺ ഈസ് ഹൈപ്പർ ടെൻഷൻ ഓർ അതിറോസ്ക്ലിറോട്ടിക് ഡിസീസസ് ആൻഡ് ഇറ്റ് ഈസ് മോർ സിവിയർ. ഈസ് ഓൾ അബൌട്ട് എപ്പിസ്റ്റാസിസ്. The next question, presence of blood in the anterior chamber of eye is termed as. The options are hyperema, hyphema, hemoconjunctiva and ectropion. And the answer is hyphema. Common cause is blunt trauma to the eye.
നെക്സ്റ്റ് എക്ട്രോപ്പിയോൺ നോക്കാം. എക്ട്രോപ്പിയോൺ ഈസ് ദ കണ്ടീഷൻ ഇൻ വിച്ച് യുവർ ഐലിഡ് ടേൺസ് ഔട്ട്വേർഡ്. The next question, swimmer's ear means the options are otitis media, tympanitis, external otitis and ear plug. And the answer is external otitis. It's caused by water remaining in the ear after swimming. This creates a moist environment that helps the bacteria or fungi to grow. So swimmer's ear is external otitis. The next question, dilation of the endolymphatic system by overproduction or decreased reabsorption of endolymphatic fluid is, the options are Meniere's disease, otosclerosis, endolymphatic hydrops, both A and B. And the answer is both A and B because Meniere's disease is otherwise called as endolymphatic hydrops. അപ്പോൾ ക്ലാസിക്കൽ ട്രയാഡ് ഓഫ് സിംറ്റംസ് നോക്കാം. Meniere's ഡിസീസിൻ്റെ ദീസ് ആർ ഹിയറിംഗ് ലോസ്, ദാറ്റ് ഈസ് യൂണിലാറ്ററൽ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണ്. നെക്സ്റ്റ് ഈസ് ടിനിറ്റസ്. ലാസ്റ്റ് വൺ ഈസ് വേർട്ടിഗോ. ഡ്രോപ്പ് അറ്റാക്ക് കാണുന്നത് Meniere's ഡിസീസിലാണ്. ഡ്രോപ്പ് അറ്റാക്ക് മീൻസ് ഫീലിംഗ് ഓഫ് ബീയിങ് പുൾഡ് ടു ദ ഗ്രൗണ്ട്. ആരോ തറയിൽ വലിച്ചിടുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ആണ് ഡ്രോപ്പ് അറ്റാക്ക്, സീൻ ഇൻ Meniere's ഡിസീസ്. Next question, malignant hyperthermia is best treated with, the options are dandrolin sodium, potassium chloride, atropine and corticosteroid. And the answer is dandrolin sodium. First, malignant hyperthermia എന്താണെന്ന് നോക്കാം. Malignant hyperthermia is a severe reaction to certain drugs used for anesthesia. This severe reaction is typically include dangerously high body temperature, rigid muscle or spasm, a rapid heart rate and other symptoms. The dandrolin sodium uncouples the heat generating mechanism in muscle. So dandrolin sodium is used in the case of malignant hyperthermia. In the next question, Russell signs seen in, the options are anxiety, depression, bulimia nervosa and anorexia nervosa. And the answer is bulimia nervosa. Bulimia nervosa നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇറ്റ് ഈസ് എ ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ. പേഷ്യൻറ്റ് കുറേ അധികം ഫുഡ് കഴിക്കും ഒരുമിച്ച്, പിന്നെ അത് കളയാനോ അല്ലെങ്കിൽ വെയിറ്റ് റിഡക്ഷൻ മെത്തേഡ്സോ ഫോളോ ചെയ്യും. നെക്സ്റ്റ് റുസൽ സൈൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ റിപ്പീറ്റഡ് കോൺടാക്ട് ഓഫ് ഫിംഗേഴ്സ് വിത്ത് ടീത്ത് ഡ്യൂറിങ് സെൽഫ് ഇൻഡ്യൂസ്ഡ് വോമിറ്റിംഗ് എപ്പിസോഡ്സ് ക്യാൻ ലീഡ് ടു ക്യാരക്ടറിസ്റ്റിക് അബ്രാഷൻസ്, സ്മോൾ ലീഷൻസ് ആൻഡ് കാലസ് ഓൺ ദ ബാക്ക് ഓഫ് ദ ഹാൻഡ്. ആ പിക്ചറിൽ കാണുന്ന പോലെ ആയിരിക്കും റുസൽ സൈൻ. ബുലിമിയ നെർവോസയിലെ പേഷ്യൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വോമിറ്റിംഗ് സെൽഫ് ഇൻഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കൈയിൻ്റെ ബാക്ക് ഭാഗത്ത് ഉണ്ടാകുന്ന സ്മോൾ ലീഷൻസോ അബ്രാഷൻസോ ആണ് റുസൽ സൈൻ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് കോമൺലി യൂസ്ഡ് മോഡൽ ഓഫ് കെയർ ഇൻ intensive care units. The options are functional nursing, team nursing, primary nursing, total patient care. And the answer is total patient care. It's a model of care overseen by a registered nurse who provide one-on-one care to the patients. That is total patient care, mainly seen in ICUs. Remaining options നോക്കാം. Next is team nursing. Team is a system that distributes the care of a patient amongst a team that is all working together to provide for this person. The team consists of 4 to 6 members that has a team leader who give jobs and instructions to the group. Next is functional nurse. The staff members assigned to complete specific tasks for a group of patients is functional nursing. The common use areas are operation rooms. Next is primary nursing. It is an approach in which the nurse has responsibility and accountability for the continuous guidance of a specific client until they are discharged. 24-hour accountability വരുന്നത് പ്രൈമറി നഴ്സിംഗിലാണ്. The next question, a sleep disorder where undesirable behavior occur during sleep. The options are insomnia, hypersomnia, narcolepsy and parasomnia.
And the answer is parasomnia. Next നമുക്ക് റിമൈനിങ് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഇൻസോംനിയ, ദാറ്റ് ഈസ് persistent difficulty feeling asleep, remaining asleep or getting enough restful sleep. Next is hypersomnia, that is excessive daytime sleepiness ആണ് hypersomnia. Next is narcolepsy. It's a sudden attack of sleeping during day. Narcolepsy is very dangerous. Narcolepsy എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഉറങ്ങിപ്പോകും. ഡ്രൈവ് ചെയ്യുമ്പോൾ ആവാം, അല്ലെങ്കിൽ സ്വിം ചെയ്യുമ്പോൾ ആവാം, അങ്ങനെ. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് പാരാസോംനിയാസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സ്ലീപ്പ് വാക്കിംഗ്. സ്ലീപ്പ് വാക്കിംഗ് ഈസ് അതർവൈസ് നോൺ ആസ് somnambulism. It's a walking up and wandering about while still sleeping. Second one is sleep talking. It's otherwise called as somnology. That is when a person talks while sleeping. Next is sleep related groaning. That is making loud noises while sleeping. Next one is nightmares. It is also known as dream anxiety disorder. That is troubling intense dreams that trigger anger or fear. Next is night terrors. It's also known as pavor nocturnus, seen in NREM sleep. It is episodes that cause fear at night in children. Next is teeth grinding. That is also known as bruxism. It clenches or grinds the teeth while sleeping. The next one is confusional arousal. That is trouble understanding what they are doing or where they are. Next one is bedwetting. ബെഡ്വെറ്റിങ്ങിന് എനൂറസിസ് എന്ന് പറയും. ദാറ്റ് ഈസ് ഇൻവോൾണ്ടറി യൂറിനേഷൻ വൈൽ സ്ലീപ്പിംഗ്. നെക്സ്റ്റ് വൺ ഈസ് സ്ലീപ്പ് റിലേറ്റഡ് ഈറ്റിംഗ് ഡിസോർഡർ. ദാറ്റ് ഈസ് ബിഞ്ച് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ഡ്യൂറിംഗ് NREM sleep. Next one is REM sleep behavior disorder. That is unusual behavior during the REM sleep phases. The next one is rhythmic movement disorder. That is repetitive movement at sleep onset. Next one is nocturnal leg cramps. That is sudden uncontrollable muscle contraction while sleeping. Next one is sleep paralysis. That is temporary inability to move after falling asleep or waking up. Next one is impaired sleep related erections. That is frequent awakening from deep penile pain during nocturnal erections. Next is irregular heart rhythms. That is people who have coronary artery disease are more likely to have arrhythmias. Last one is nocturnal paroxysmal dystonia. That is seizure-like episodes during NREM sleep. This is all about types of parasomnias. The next question, the best time to initiate folic acid tablet in order to prevent congenital malformations. The options are before conception, first trimester, second trimester and third trimester. And the answer is before conception. കൺസീവ് ചെയ്യുന്നതിന് 2-3 മന്ത് മുന്നേയും കൺസീവ് ആയി 12 വീക്ക് വരെയും മസ്റ്റായിട്ട് ഫോളിക് ആസിഡ് കഴിക്കണം. അപ്പോൾ ഡോസ് വരുന്നത് 400 mg ആണ്. ടു പ്രിവെൻറ്റ് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് സച്ച് ആസ് സ്പൈന ബൈഫിഡ. The next question, you are caring for a neonate who has cleft palate. You should inform the mother that surgical correction will be done when the infant is. The options are 18 to 28 months, 20 to 24 months, 16 to 20 months, 9 to 14 months. And the answer is 9 to 14 months. Cleft palate surgery ആണ് palatoplasty. If there is separation in the gum line, it is usually is repaired when a child is 8 to 10 years of age. അത് ഓർത്ത് വെക്കുക. അപ്പോൾ ക്ലെഫ്റ്റ് ലിപ്പിൻ്റെ സർജറി ചെയ്യുന്നത് അറൗണ്ട് 3 months of old. The next question, what is the drug of choice for a patient with swine flu? The options are acyclovir, adofovir, cidofovir and oseltamivir. And the answer is oseltamivir. Swine flu is a human respiratory infection caused by an influenza strain that started in pigs, caused by H1N1 variety of influenza virus. Next is H5N1 is avian influenza. It's also called as bird flu. Bird population human-like spread ചെയ്യുന്നുണ്ട്. Next question, most common agent for causation of diarrhea in children is. The options are adenovirus, rhinovirus, rotavirus, none of the above.
And the answer is rotavirus. The next question, when does discharge planning ideally begins? The options are during admission, after admission, before admission, without admission. And the answer is during admission. The next question, specific instructions regarding the treatment of condition are coming under. The options are nursing protocol, nursing research, code of ethics, and nursing theory. And the answer is nursing protocol. Next question, touching a patient or holding a patient without consent is. The options are assault, battery, defamation, none of the above. And the answer is battery. Battery coming under intentional tort. അപ്പോൾ ടോർട്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ദാറ്റ് ഈസ് സിവിൽ റോങ് കമ്മിറ്റഡ് അഗെയിൻസ്റ്റ് എ പേഴ്സൺ. അപ്പോൾ ഇൻറ്റൻഷണൽ ടോർട്ടിൻ്റെ ടൈപ്സ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് അസോൾട്ട്. ദാറ്റ് ഈസ് ടു ത്രെട്ടൺ ഓർ അറ്റംപ്റ്റ് ടു ടച്ച് എ പേഴ്സൺ വിത്തൗട്ട് കൺസെൻ്റ് ആണ് അസോൾട്ട്. സെക്കൻഡ് വൺ ഈസ് ബാറ്ററി, അത് നമ്മൾ കണ്ടു. ദാറ്റ് ഈസ് ടച്ചിങ് എ പേഴ്സൺ വിത്തൗട്ട് കൺസെൻറ്റ്. തേർഡ് വൺ ഈസ് ഫോൾസ് ഇംപ്രിസൺമെൻറ്റ്. ദാറ്റ് ഈസ് അൺജസ്റ്റിഫൈഡ് റീസ്ട്രെയിനിങ് ഓഫ് എ പേഴ്സൺ വിത്തൗട്ട് ലീഗൽ. അപ്പോൾ ഇൻറ്റൻഷണൽ ടോർട്ട് 3 ആണ്: അസോൾട്ട്, ബാറ്ററി ആൻഡ് ഫോൾസ് ഇംപ്രിസൺമെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ പ്രൊവൈഡ് ഓക്സിജൻ കോൺസെൻട്രേഷൻ ഓഫ്. The options are 16%, 20%, 22%, and 24%. And the answer is 16%. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.